പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 ഏപ്രിൽ 6 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 15.64% വോട്ടാണ് അവർക്ക് ലഭിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം നന്നേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് BJP. ആളുകൾ കുറച്ചുകൂടി BJPയിലേക്ക് അടുക്കുന്നു എന്ന് BJPക്ക് മനസ്സിലായി എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടിയുള്ള ഈ വികസനം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇറങ്ങുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്. ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 20 സീറ്റാണ് അവർ BJPക്ക് കേരളത്തിൽ പറയുന്നത്. BJPയുടെ ഒരു 2026 തിരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്ക് BJPയുടെ എത്ര MLA-മാർക്ക് കാലെടുത്ത് വെക്കാൻ കഴിയും? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ BJPക്ക് 4-5 സീറ്റിനപ്പുറത്തേക്ക് കിടക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആംഗിളിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് വേറെ ചില മണ്ഡലങ്ങൾ കൂടി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ടും അല്ലെങ്കിൽ പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ ബേസിക് ഇഷ്യൂ കിടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. സ്വാഭാവികമായിട്ടും ആ വോട്ട് എവിടെയാണ് ചൊരിയേണ്ടത്? അപ്പോൾ തൊട്ടടുത്ത പ്രതിപക്ഷത്തിനാണ് ആ വോട്ടിൻ്റെ സാധ്യതകൾ. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് BJP അധികാരത്തിലേക്ക് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ മറ്റ് പലയിടങ്ങളിലും അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നതെന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം ചൊരിഞ്ഞത് UDFിലേക്കായിരിക്കും. ഇത് കൃത്യമായിട്ട് BJP തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം അവരിലേക്ക് കൂടി കുറേ കൂടി ടാപ്പ് ചെയ്യാൻ കഴിയാമെന്ന്. മുഴുവൻ UDFിലേക്ക് പോകുന്നതിന് പകരം അതിൻ്റെ ഒരു ഭാഗം അവർക്ക് പിടിച്ചെടുക്കാനായിട്ട് കഴിയുമോ എന്ന് പരിശോധിക്കലാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ചില കേന്ദ്രീകൃതമായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെ അവരത് കേന്ദ്രീകരിക്കുകയും അവർക്ക് അങ്ങോട്ട് വോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 3, 4, 5 ദിവസം മുമ്പായിരിക്കും എന്ത് സംഭവിക്കുന്നത്, തെരഞ്ഞെടുപ്പിലെ ഭരണവിരുദ്ധ വികാരം എങ്ങോട്ടാണ് ഡിവേറ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഈ ഡീവിയേഷൻ തീരുമാനിക്കുന്നത് BJPയുടെ സ്ഥാനാർത്ഥി നിർണായകമാണ് അതിൻ്റെ അകത്ത്. കാരണം BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറയുന്നൊരു തോന്നൽ, ഒരു ട്രെൻഡ് ആ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് ഉയർന്നു വരുന്ന വോട്ട് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. അത് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്നവരെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും ശരിയല്ല എങ്കിൽ പോലും അവർക്ക് ഒരു 10 സീറ്റിനടുത്തേക്ക് എത്താം. അത് കുറേ കാലമായിട്ട് BJPയുടെ ഒരു സ്ട്രാറ്റജിയാണ് 10 സീറ്റിൽ എത്തിക്കുക എന്ന് പറയുന്നത്. അതിലേക്ക് എത്തണം എങ്കിൽ അല്ലെങ്കിൽ എത്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വളരെ സ്റ്റാർ വാല്യൂ ഉള്ള കാൻഡിഡേറ്റ് BJPക്ക് ഉണ്ടാവുകയും അവർ മത്സരിക്കുന്ന സമയത്ത് ഇവർ ജയിച്ചേക്കാം എന്ന് പറയുന്ന തോന്നൽ സൃഷ്ടിക്കുകയും ചെയ്താൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് ഒരു പ്രത്യേക പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമാണ് BJPക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ വിജയം കിട്ടാൻ പോകുന്നത് LDFനായിരിക്കും, UDFനായിരിക്കില്ല. അതാണ് പ്രശ്നം. പക്ഷേ ഈ BJPക്ക് കുറെ A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. താരതമ്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അവിടെ മികച്ച രീതിയിൽ 2ാം സ്ഥാനമൊക്കെ പല മണ്ഡലങ്ങളിലും 1-2 സ്ഥാനങ്ങളിലേക്ക് അവരെത്തി മണ്ഡലങ്ങൾ. അതെ, അത്തരം മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി വോട്ട് കളക്ട് ചെയ്യാനും ഒക്കെ BJP സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ തിരുവനന്തപുരം ഇപ്പൊ അവർ പ്രതീക്ഷിക്കുന്നത് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രല്, ആറ്റിങ്ങല്, കഴക്കൂട്ടം, അരൂര്, പാലക്കാട് അടക്കം, പാലക്കാടും തിരുവനന്തപുരവുമാണ് ഏറ്റവും കൂടുതൽ BJP പ്രതീക്ഷ വെച്ചിരിക്കുന്ന 2 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ നേമത്തെ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് പറയുന്നു. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ല. വട്ടിയൂർക്കാവ് ശ്രീലേഖ IPS ഇപ്പൊ കൗൺസിലറായ ശ്രീലേഖ എന്ന് പറയുന്നു. പാലക്കാട് K സുരേന്ദ്രൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ കുറച്ചുകൂടി നേരത്തെ ജനങ്ങൾക്കിടയിലേക്ക് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്ന് BJP മറ്റു പാർട്ടികൾക്കൊക്കെ മുന്നേ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാവുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും? അല്ല, BJP ഒരുപാട് നിയോജക മണ്ഡലങ്ങളിൽ മുൻകൂട്ടി സ്ഥാനാർത്ഥി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. 10 നിയോജക മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടെ പ്രഖ്യാപിച്ചാൽ മതി. ഈ 10 നിയോജക മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് അവർ പറയുന്നതായിട്ടുള്ള മണ്ഡലങ്ങൾ. അവിടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇപ്പോൾ തന്നെ ആരംഭിക്കുകയും ചെയ്യാം. അങ്ങനെ സംഭവിച്ചാൽ
അതിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സ്ഥാനാർത്ഥി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ഫീൽ ആ നിയോജക മണ്ഡലത്തിൽ സൃഷ്ടിച്ചെടുക്കാനായി കഴിയും. അതിനാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പം നിയോജക മണ്ഡലത്തിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്ന ആൾ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നതായി കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു മേജർ പോർഷൻ ആ സ്ഥാനാർത്ഥിയിലേക്ക് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്ത് വരും. അങ്ങനെ വന്നാൽ അത് ബി ജെ പിക്ക് ഗുണകരമായിരിക്കും, ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുള്ളതാണ്. അല്ലാണ്ട് 140 നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെയൊന്നും ഇപ്പം നിശ്ചയിക്കാൻ പോകേണ്ട കാര്യമില്ല. ഒരു 5 മുതൽ 10 സ്ഥാനാർത്ഥികളെ ഇപ്പം അങ്ങ് പ്രഖ്യാപിക്കുകയും അവർ പ്രവർത്തനം തുടങ്ങുകയും ചെയ്യാവുന്നതാണ്. കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റാർ കാൻഡിഡേറ്റ് വന്നാൽ അവിടെ പിന്നെ വേറെ അതിനകത്ത് വിമതന്മാരുണ്ടാവുകയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്ന കാര്യമില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ വർക്ക് കൂടി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സ്ഥിരമായി കിട്ടുന്ന വോട്ടുകളല്ല, അല്ലെങ്കിൽ ഒരു പാർട്ടി വോട്ടുകൾക്കൊന്നും കാര്യം മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഷിഫ്റ്റിംഗ് വോട്ട്സ് ഉണ്ട്. ആ ഷിഫ്റ്റിംഗ് വോട്ട്സ് എങ്ങോട്ട് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് ട്രെൻഡാണ്. ഈ ട്രെൻഡ് സൃഷ്ടിക്കാൻ മുൻകൂട്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം, ആസൂത്രിതമായിട്ടുള്ള രീതി, ഇതൊക്കെ വളരെ ഗുണകരമായി തീരും. മാത്രമല്ല പലപ്പോഴും ബി ജെ പി ചെയ്യുന്നൊരു കാര്യം, ജയിക്കാൻ സാധ്യതയുള്ള നിയമമണ്ഡലങ്ങളിലേക്ക് ഇപ്പോൾ കേരളത്തിലെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്നതായിട്ടുള്ള RSS പ്രവർത്തകരെ എന്ത് ചെയ്യാം, ലൊക്കേറ്റ് ചെയ്യാം. അങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട് വീടാന്തരം കയറിയുള്ള അവരുടെ പ്രവർത്തനത്തിന് ഊർജ്ജസ്വലത വളരെ കൂടുതലായിരിക്കും. കാരണം ഒരു നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് പ്രചരണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കേഡേഴ്സ് സത്യത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ കുറവാണ് ശരിക്കും പറഞ്ഞത്. അപ്പം ഈ രീതിയിൽ പല നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് RSSൻ്റെ പ്രവർത്തകരെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർ ഉദ്ദേശിക്കുന്ന 5-10 മണ്ഡലങ്ങളിൽ പ്രവർത്തനം നടത്താനായിട്ട് പറ്റും. ആ ഒരു ടാക്ടിക്സ് ആയിരിക്കും ഈ പറയുന്ന 5, 10, 15, 20 സീറ്റുകൾ എന്നൊക്കെ പറയുന്ന മോഹക്കാഴ്ചയിലേക്ക് അവരെ കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മാഷ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. കുറെ നാൾ കൊണ്ട് ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് മാഷിന് നന്നായിട്ട് അറിയാം. ഈ അരച്ച് കളിക്ക് കുടിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ മാഷിന്റെ ഒരു ചിന്താഗതിയിൽ നിന്ന് ബി ജെ പിയുടെ ഒരു പോക്ക് എങ്ങോട്ടായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബി ജെ പിയുടെ വിജയം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരത്തെ അവരിലേക്ക് എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം. അവരിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കണം. ബി ജെ പിയിൽ ജനങ്ങളുടെ ഇടയിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതുകൊണ്ട് ഈ ഗവൺമെന്റ് മാറ്റണം എന്ന് അഭിപ്രായമുള്ള ഒരു വലിയ സമൂഹം ഉണ്ട്, വലിയ വോട്ടേഴ്സ് ഉണ്ട്. ആ വോട്ടേഴ്സിനെ ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ 20 സീറ്റ് എന്ന് പറയുന്ന അത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ 2-3 സീറ്റിൽ ഒതുങ്ങി ബി ജെ പി മരവിച്ച് നിന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 2-3 സീറ്റ് കൊണ്ട് ബി ജെ പിക്ക് ഒരിക്കലും ഒരു മാറ്റം അവരുടെ ഇലക്ട്രോളൽ പൊളിറ്റിക്സിൽ നടത്താനായിട്ട് കഴിയില്ല. ആ ബ്രേക്ക്, നമ്മൾ ഈ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അത് വരണമെങ്കിൽ 5 to 10 സീറ്റ്സ് വേണ്ടി വരും. അതുണ്ടാക്കാനുള്ള സാധ്യത സത്യത്തിൽ ഇപ്പോൾ കുറവാണ്. കാരണം ഗവൺമെന്റ് വിരുദ്ധ വികാരം മുഴുവനും UDF എന്ത് ചെയ്യണം, നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. UDF ആണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. UDFന് പകരം ബി ജെ പിക്കാർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഇത് ഗുണകരമായി തീരുകയുള്ളൂ. ഗുണകരമായി തീർന്നാൽ 5 മുതൽ 10 സീറ്റ് വരെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും.